കോട്ടൺ ത്രെഡാണ് എടുത്തേക്കുന്നത്. 3.25 ഹുക്കും. നമുക്ക് ആദ്യം 20 ചെയിൻസ് ഇട്ട് കൊടുക്കണം. 1 2 17 18 19 20. skip 2 chain and third chainലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് 3 ചെയിൻ ബാക്കിയാക്കിയിട്ട് ഇവിടം വരെ 3 ചെയിൻ അവിടെ അതേപോലെ റിമെയിൻ ചെയ്തിട്ട് ഇവിടം വരെ DC തന്നെ ചെയ്ത് കൊടുക്കുക. Three, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ 3 ചെയിൻ ബാക്കി ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 12 ഡബിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുത്തത്. ഇനി ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അടുത്തതിനകത്ത് സിംഗിൾ ക്രോഷേ. ഇനി ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി 1 ചെയിൻ ഇട്ട് കൊടുക്കുക. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹോളിലേക്ക് സിംഗിൾ ക്രോഷേ ആണ്. നെക്സ്റ്റ് ഹോൾ എന്ന് പറയുമ്പോൾ ഇതാണ് ലാസ്റ്റ് ചെയ്തത്. അതിൻ്റെ തൊട്ട് മുകളിൽ സിംഗിൾ ക്രോഷേ. ഈ കൂടെ തന്നെ ഈ ത്രെഡ് ടൈൽ എൻഡും കൂടെ വെച്ച് കൊടുക്കുക. ഇനി അടുത്തതിലേക്ക് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി ഡബിൾ ക്രോഷേ. ഇനി ഇവിടെ ലാസ്റ്റ് 3 വരെ 1 2 3 ഇത്രയും വിട്ടിട്ട് ഇവിടം വരെ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. വൺ ടു 3 ലെഫ്റ്റ് ഉണ്ട്. ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷേ. അടുത്തതിലേക്ക് സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. ദെൻ ഈ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബേസിക് ലീഫ് വരുന്നത്. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക് നമുക്ക് വയർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇനി ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ ആണ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളും എല്ലാ സ്റ്റിച്ചുകളിലും ഈ ലാസ്റ്റ് ഇവിടെ വരെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റിച്ചാണിത്. ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ദെൻ തൊട്ടടുത്ത ചെയിനിലൂടെ ചെയ്ത് കൊടുക്കുക. ഇനി ഫുള്ളും ഇവിടെ ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ബാക്കി ഫുള്ള് കംപ്ലീറ്റ് താഴെ വരെ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പം ലാസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ കമ്പി കിടന്ന ആ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ കട്ടിയുള്ള വയറാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യുന്ന നോർമൽ വയറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഫൈനൽ ലുക്ക്. ഇത് ബാക്ക് സൈഡാണ്. ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം.